Hi students, welcome to a lecture series of quantum mechanics. കഴിഞ്ഞ ലെക്ചേഴ്സിലൊക്കെ നമ്മൾ തെർമൽ റേഡിയേഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. എന്താണ് തെർമൽ റേഡിയേഷൻ എന്ന് ഡിസ്കസ് ചെയ്തു. തെർമൽ റേഡിയേഷൻ്റെ ബിഹേവിയറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. സ്റ്റെഫാൻസ് ലോ എന്താണെന്ന് പറഞ്ഞു. അതുപോലെ വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ എന്താണെന്ന് പറഞ്ഞു. ഒരു തെർമൽ റേഡിയേഷൻ സ്പെക്ട്രം എങ്ങനെ ഉണ്ടാവും, അതിൻ്റെ എക്സ്പെരിമെൻ്റൽ ഡാറ്റ എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെ അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്താ പറയുക, തെർമൽ റേഡിയേഷൻ സ്പെക്ട്രത്തിൻ്റെ തെർമൽ റേഡിയേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ബ്ലാക്ക് ബോഡീസ് എങ്ങനെ ലാബോറട്ടറിയിൽ കൺസ്ട്രക്ട് ചെയ്യാമെന്നും ആ ബ്ലാക്ക് ബോഡിയിൽ നിന്ന് എങ്ങനെ സ്പെക്ട്രം, ആ ബ്ലാക്ക് ബോഡിയിൽ നിന്ന് എങ്ങനെ റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് നമ്മുടെ എക്സ്പെരിമെൻ്റൽ ഡാറ്റയാണ് നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ പ്രധാനമായും ഡിസ്കസ് ചെയ്തത്. എക്സ്പെരിമെൻ്റൽ ഡാറ്റ നമ്മൾ ഇൻറ്റൻസിറ്റിയും വേവ് ലെങ്ത്തും വെച്ച് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദാറ്റ്. ഷോർട്ടർ വേവ് ലെങ്ത്തിലേക്ക് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് മാക്സിമം ഇൻറ്റൻസിറ്റിയുടെ പീക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ടും കാണാം. പാറ്റേൺ വിൽ ബി ലൈക്ക് ദിസ്. സോ 19th സെഞ്ച്വറിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക ഫിസിക്സിലെ വെല്ലുവിളി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സയൻറ്റിസ്റ്റുമാർ അനുഭവിച്ചിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ ബേസിക് ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് തെർമൽ റേഡിയേഷൻ സ്പെക്ട്രം അനലൈസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അന്ന് നിലവിലുണ്ടായിരുന്ന ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ പ്രധാനപ്പെട്ട ടൂളുകൾ എന്ന് പറയുന്നത്, ആ കാലഘട്ടത്തിൽ നമ്മൾ വിശ്വസിച്ചിരുന്നത് ലൈറ്റ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണെന്നുള്ളതാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള തിയറി എന്ന് പറയുന്നത് മാക്സ്വെൽസ് ഇലക്ട്രോ മാഗ്നറ്റിസമാണ്, ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അതായത് എന്താ പറയുക ഹീറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന എക്സ്പെരിമെൻ്റൽ ഒബ്സർവേഷൻസിനെ അല്ലെങ്കിൽ തെർമോഡൈനാമിക്കൽ ഒബ്സർവേഷൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ അന്ന് വളരെ ഡെവലപ്പ് ചെയ്ത ക്ലാസിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് അല്ലെങ്കിൽ ക്ലാസിക്കൽ തെർമോഡൈനാമിക്സിൻ്റെ ടൂളുകളുണ്ട്. ക്ലാസിക്കൽ തെർമോഡൈനാമിക്സ്, അതും ഫോളോഡ് ബൈ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്, അതൊക്കെ ആ കാലഘട്ടത്തിലാണ്. അതായത് 19th സെഞ്ച്വറിയുടെ അവസാനത്തിലാണ്. മാക്സ്വെല്ലിൻ്റെയും ബോൾട്സ്മാൻ്റെയും ഒക്കെ കോൺട്രിബ്യൂഷൻ തെർമോഡൈനാമിക്സിൽ ഒരുപാടുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്, അതുപോലെ തന്നെ ക്ലാസിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ഇതാണ് തെർമോഡൈനാമിക്സിൻ്റെ ബേസിക് എക്സ്പ്ലനേഷനുള്ള തിയറി എന്ന് പറയുന്നത്. ക്ലാസിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൻ്റെ ബേസിക് ടൂളുകളൊക്കെ ആ കാലഘട്ടത്തിൽ വളരെ കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് തെർമോഡൈനാമിക്സിൻ്റെയും ക്ലാസിക്കൽ തെർമോഡൈനാമിക്സിൻ്റെയും ക്ലാസിക്കൽ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയുടെയും ബേസിക് ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്താ പറയുക ഈ തെർമൽ റേഡിയേഷൻ സ്പെക്ട്രം ആദ്യമായിട്ട് അനലൈസ് ചെയ്യുന്നത്. ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷൻ നടത്തിയത് ലോർഡ് റാലെ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം ഈ ഒരു സ്പെക്ട്രം അനലൈസ് ചെയ്യാനുള്ള ശ്രമം നടത്തി. ഒരുപാട് പേര് ആ കാലഘട്ടത്തിൽ 19th സെഞ്ച്വറിയുടെ ലേറ്റ് 19th സെഞ്ച്വറിയിൽ ഒരുപാട് തെർമൽ റേഡിയേഷൻ സ്പെക്ട്രം എന്ന് പറയുന്നത് ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ ബേസിക് ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. പക്ഷേ ആ ഒരു ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ ബേസിക് ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ശ്രമം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ആ ഒരു പരാജയം എങ്ങനെ സംഭവിച്ചു എന്നുള്ളതും ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണെന്നും എന്നുള്ളതാണ് നമ്മൾ ഈ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ലെക്ചറിൽ നമ്മൾ ക്വാണ്ടം മെക്കാനിക്കൽ ആസ്പെക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ തെർമൽ റേഡിയേഷൻ സ്പെക്ട്രം അനലൈസ് ചെയ്യുന്നതും എന്തുകൊണ്ട് ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ ബേസിക് ടൂളുകൾ ഈ ഒരു തെർമൽ റേഡിയേഷൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കാതെ വരുന്നു എന്നുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അത് അടുത്ത ലെക്ചറിലായിരിക്കും. ഇപ്പോൾ ഈ ലെക്ചറിൽ നമ്മൾ പ്രധാനമായും ക്ലാസിക്കൽ തെർമോഡൈനാമിക് തിയറിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസിക്കൽ തിയറി ഓഫ് തെർമൽ റേഡിയേഷൻ എങ്ങനെയാണ് ക്ലാസിക്കൽ ഫിസിക്സ് ഉപയോഗിച്ചുകൊണ്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പ്രധാനമായും നമ്മൾ ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ബ്ലാക്ക് ബോഡി നമ്മളൊരു പ്രാക്ടിക്കൽ ലാബിൽ അല്ലെങ്കിൽ ലാബിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു ബ്ലാക്ക് ബോഡി നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്തത്. ഒരു റെക്റ്റാങ്കുലർ മെറ്റാലിക് ക്യാവിറ്റി വിത്ത് എ ടൈനി ഹോൾ, ഓർമ്മയുണ്ടാവും. അതിലേക്ക് വരുന്നു ഇലക്ട്രോ മാഗ്നറ്റിക് ലൈറ്റ് വന്ന് വീഴുന്നു, ലൈറ്റ് ഓർ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ്. അത് വന്നിട്ട് സർഫസിൽ തട്ടും, മെറ്റാലിക് സർഫസ്. ഇതിൻ്റെ ഉള്ളിൽ ഇതെന്തായിരിക്കും,
ബ്ലാക്ക് പെയിൻറ്റ് വെച്ചിട്ട് ഇറ്റ്സ് എ ഹോളോ മെറ്റാലിക് സർഫസ് ആയിരിക്കും, ബ്ലാക്ക് പെയിൻറ്റ് വെച്ചിട്ട് കോട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ലൈറ്റ് ഓരോ തവണയും വന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ലൈറ്റ് അബ്സോർബ് ചെയ്യപ്പെടും. അങ്ങനെ ആ ലൈറ്റ് അതിൽ ട്രാപ്പ് ചെയ്യപ്പെടും. അങ്ങനെ ലൈറ്റ് ഒരു തരത്തിലുള്ള റേഡിയേഷൻസും പുറത്തേക്ക് വരില്ല. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തുമ്പോൾ ഹൈ തെർമൽ റേഡിയേഷൻസ് ഇതിൽ നിന്ന് എമിറ്റ് ചെയ്യും. അങ്ങനെയാണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻസ് ഉണ്ടാവുന്നത്, തെർമൽ റേഡിയേഷൻസ് ഉണ്ടാവുന്നത്. അപ്പോൾ തെർമൽ റേഡിയേറ്റർ എന്ന് പറഞ്ഞാൽ an object which continuously absorbs electromagnetic radiations, which absorbs light and it emits thermal radiations. അപ്പോൾ റേഡിയേഷൻസ് അബ്സോർബ് ചെയ്യുന്നുണ്ട്, റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ അവിടെ ലൈറ്റിനെ ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ ബേസിക് ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് ലൈറ്റിനെ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തിരുന്നത്? ലൈറ്റ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് വിസിബിൾ ലൈറ്റ്, അല്ലെങ്കിൽ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയുന്ന വിശാലമായ അർത്ഥത്തിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ ലൈറ്റ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് an electromagnetic wave. അതായത് ലൈറ്റിന് വേവ് നേച്ചർ ആണുള്ളത്. അപ്പോൾ ഒരു ബ്ലാക്ക് ബോഡിയിൽ ലൈറ്റ് വന്ന് വീഴുമ്പോൾ ആ ബ്ലാക്ക് ബോഡി സർഫസിൽ ലൈറ്റ് വന്ന് വീഴുമ്പോൾ ലൈറ്റ് അവിടെ സ്റ്റാൻഡിങ് വേവ്സ് ഫോം ചെയ്യും. ലൈറ്റ് വന്ന് വീഴുമ്പോൾ ഇറ്റ് വിൽ ഫോം സ്റ്റാൻഡിങ് വേവ്സ്. സ്റ്റാൻഡിങ് വേവ്സ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് സർഫസിൽ വന്ന് തട്ടി റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. റിഫ്ലക്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇൻസിഡൻറ്റ് വേവും റിഫ്ലക്റ്റഡ് വേവും കൂടി സൂപ്പർ ഇമ്പോസ് ചെയ്ത് സ്റ്റാൻഡിങ് വേവ്സ് ഫോം ചെയ്യും എന്നുള്ളതാണ് ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ ബേസിക് കോൺസെപ്റ്റ് പ്രകാരം നമുക്ക് ആദ്യം പറയാവുന്ന അസംഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊന്ന് ലിസ്റ്റ് ചെയ്യാൻ പോവാണ്. ക്ലാസിക്കൽ മെക്കാനിക്സ് പ്രകാരം നമ്മളുടെ അസംഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Theoretical assumptions according to classical mechanics. ലൈറ്റിനെ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആയി ട്രീറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അസ്യൂം ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ബ്ലാക്ക് ബോഡിയിൽ വന്ന് വീഴുന്ന റേഡിയേഷൻ എന്ന് പറയുന്നത് അതിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ് വന്ന് വീഴുന്നത്. ദാറ്റ് മീൻസ് that black body is filled with electromagnetic waves. ഓക്കെ, അവിടെ സർഫസിൽ വന്ന് ഞാനിപ്പോൾ പറഞ്ഞിരുന്നു, സർഫസിൽ വന്ന് ലൈറ്റ് വന്ന് വീഴുമ്പോൾ റിഫ്ലക്റ്റ് ചെയ്ത് സൂപ്പർ ഇമ്പോസ് ചെയ്ത് അവിടെ സ്റ്റാൻഡിങ് വേവ്സ് ഫോം ചെയ്യുന്നു. അപ്പോൾ നമ്മളുടെ അസംഷൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് അസംഷൻ എന്ന് പറയുന്നത് the box is box എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ബോഡി ഈസ് ഫിൽഡ് വിത്ത് electromagnetic standing waves. The standing waves are formed due to multiple reflections on the walls of the from the walls of the box, from the walls of the black body, walls of the box, which is quite similar to,
നമുക്ക് അവിടെ സിമിലർ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡിങ് വേവ് ഫോം ചെയ്യുന്നത് നിങ്ങളുടെ സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൽ കണ്ടിട്ടുണ്ടോ? സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൽ രണ്ട് എൻഡും, ഒരു സ്ട്രിങ്ങിൻ്റെ രണ്ട് എൻഡും സ്ട്രെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൽ ഇതുപോലെ സ്റ്റാൻഡിങ് വേവ്സ് ഫോം ചെയ്യും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു എൻഡ് ഫിക്സ് ചെയ്തിട്ട് മറ്റേ എൻഡിൽ ലോഡ് ആഡ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ രണ്ട് എൻഡുകളും സ്ട്രെച്ച് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചോ, ചെറിയൊരു ഡിസ്റ്റർബൻസ് കൊടുക്കുമ്പോൾ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് സ്റ്റാൻഡിങ് വേവ്സ് ലൈക്ക് ദിസ്. സ്റ്റാൻഡിങ് വേവിൻ്റെ ഒരു എക്സാമ്പിളാണ്. സോ വിച്ച് ഈസ് ക്വൈറ്റ് സിമിലർ ടു, നമുക്ക് ഇങ്ങനെ എഴുതാം, ആ സ്റ്റാൻഡിങ് വേവ്സ് വിച്ച് ഈസ് ക്വൈറ്റ് സിമിലർ ടു standing waves, formation of standing waves, formation of standing waves in stretched string, standing waves in a stretched string. അപ്പോൾ ഒരു ബ്ലാക്ക് ബോഡി ബോക്സിൽ ഒരു തെർമൽ റേഡിയേറ്റർ ബോക്സിന്, ഒരു തെർമൽ റേഡിയേറ്റർ ബോക്സിൽ സ്റ്റാൻഡിങ് വേവ്സ് ആണ് ഫോം ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുന്നത് ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിലോ അല്ലെങ്കിൽ ഒരു ഓർഗൻ പൈപ്പിലോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു വാട്ടർ കോളം ഓഫ് എയറിലോ ഒക്കെ ഉണ്ടാവുന്ന രീതിയിലുള്ള, റെസണൻസ് കോളത്തിലോ അല്ലെങ്കിൽ കോളം ഓഫ് എയറിലോ ഒക്കെ ഉണ്ടാവുന്ന രീതിയിലുള്ള സ്റ്റാൻഡിങ് വേവ്സ് ആണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയൊക്കെ വരാം, നമുക്കൊരു സ്റ്റാൻഡിങ് വേവ്സ് എത്ര ഉണ്ടാവും, എങ്ങനെ ഫോം ചെയ്യും എന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ അടുത്ത ഒരു അസംഷനായിട്ട് നമ്മൾ എഴുതുന്നത് അതെങ്ങനെ വന്നു എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഡിസ്കസ് ചെയ്യാം. സെക്കൻഡ് അസംഷൻ ഈസ്, ഇതെങ്ങനെ വന്നു നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്. ദ നമ്പർ ഓഫ് സ്റ്റാൻഡിങ് വേവ്സ്, എത്ര സ്റ്റാൻഡിങ് വേവ്സ് ഫോം ചെയ്യുന്നുണ്ടെന്ന്, നമ്പർ ഓഫ് സ്റ്റാൻഡിങ് വേവ്സ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് വേവ് ലെങ്ത്തിലുള്ള റേഡിയേഷൻസ് എമിറ്റ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിറ്റ്വീൻ ലാംഡ ആൻഡ് ലാംഡ പ്ലസ് ഡി ലാംഡ എന്ന് വിചാരിക്കാം. ഒരു എന്താ പറയുക വേവ് ലെങ്ത് ഇൻ്റർവെല്ലിലുള്ള നമ്പർ ഓഫ് സ്റ്റാൻഡിങ് വേവ്സ് ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ലാംഡ മുതൽ ലാംഡ പ്ലസ് ഡി ലാംഡ വരെയുള്ള വേവ് ലെങ്ത് ഇൻ്റർവെല്ലിൽ ഉണ്ടാവുന്ന സ്റ്റാൻഡിങ് വേവ്സ് ഇങ്ങനെ എഴുതാം, ഈസ് ഈക്വൽ ടു n ഓഫ് ലാംഡ ഡി ലാംഡ. n ഓഫ് ലാംഡ ഡി ലാംഡ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സ്റ്റാൻഡിങ് വേവ്സ് ബിറ്റ്വീൻ ലാംഡ ആൻഡ് ലാംഡ പ്ലസ് ഡി ലാംഡ. അതുകൊണ്ട് അതിനാണ് n ഓഫ് ലാംഡ ഡി ലാംഡ എന്ന് റെപ്രസെൻറ്റ് ചെയ്തത്. n ഓഫ് ലാംഡ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ വേവ് ലെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ ഓഫ് സ്റ്റാൻഡിങ് വേവ്സ് ആണ്. ഈ ലാംഡ തൊട്ട് ലാംഡ പ്ലസ് ഡി ലാംഡ വരെയുള്ള സ്റ്റാൻഡിങ് വേവ്സ് ആണ് n ഓഫ് ലാംഡ ഡി ലാംഡ. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 8πv ഡിവൈഡഡ് ബൈ ലാംഡ റേസ് ടു 4 ഇൻറ്റു ഡി ലാംഡ. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. where V is the volume of the radiator, volume of the box, അല്ലെങ്കിൽ റേഡിയേറ്റർ അല്ലെങ്കിൽ ബോക്സിൻ്റെ വോള്യമാണ്. ഇതെങ്ങനെ വന്നു എന്നുള്ളതാണ് നമ്മൾ രണ്ട് അസംഷൻസ് എഴുതി. ഈ രണ്ടാമത്തെ അസംഷൻ എങ്ങനെ വന്നു എന്നുള്ളത് നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ, നമ്മൾ സ്ട്രെച്ച്ഡ് സ്ട്രിങ് എടുക്കും. 1 ഡയമെൻഷണൽ ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൻ്റെ എക്സാമ്പിൾ എടുക്കും. സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൽ നിങ്ങൾക്കറിയാം പല രീതിയിലുള്ള സ്റ്റാൻഡിങ് വേവ്സ് ഫോം ചെയ്യാം. എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൻ്റെ ലെങ്ത് L ആണെന്ന് വിചാരിച്ചു. സ്റ്റാൻഡിങ് വേവ്സ് പല രീതിയിൽ ഫോം ചെയ്യാം. വേണമെങ്കിൽ ഇങ്ങനെ ഫോം ചെയ്യാം, ഒരു സ്റ്റാൻഡിങ് വേവ് ഇതിലുണ്ടായിരിക്കും. അല്ലെങ്കിൽ മറ്റൊരു രീതിയിലാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. രണ്ടെൻഡിലും ആംപ്ലിറ്റ്യൂഡ് 0 ആവണമെന്ന് മാത്രമേ ഉള്ളൂ, റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് 0 ആവണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ L ഇങ്ങനെയാണ്. അല്ലെങ്കിൽ നമുക്ക് 3 സ്റ്റാൻഡിങ് വേവ്സ് ഉണ്ടാവും. എക്സെട്ര ഈ രൂപത്തിൽ പോകും. അപ്പോൾ ഒരു വേവ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമ്മൾ സാധാരണ ഒരു വേവിൻ്റെ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇത്രയാണ് റെപ്രസെൻറ്റ് ചെയ്യാറ്. അതാണ് ലാംഡ ആണല്ലോ. അപ്പോൾ ഇവിടെ എന്ത് വരും? L is equal to
ലാംഡ ബൈ 2 എന്നാണ് ഇതിൽ. അപ്പോൾ എന്തായി, ലാംഡ ഇസ് ഈക്വൽ ടു 2L എന്ന് വന്നു. ഇവിടെയോ L ഇസ് ഈക്വൽ ടു ലാംഡ. ഇവിടെയോ L ഇസ് ഈക്വൽ ടു 3/2 ലാംഡ എന്ന് വരും. ലാംഡ ഇസ് ഈക്വൽ ടു 2L ബൈ 3 എന്ന് വരും. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ലാംഡ ഇസ് ഈക്വൽ ടു ഈ രൂപത്തിൽ, ഇവിടെ 2L ആണ് ഇവിടെ, അപ്പോൾ നമുക്ക് ലാംഡ ഇസ് ഈക്വൽ ടു 2L ബൈ 2 എന്ന് എഴുതാം ജനറലി. ഇവിടെ ഒരു സ്റ്റാൻഡിങ് വേവ്, ഇവിടെ 2 സ്റ്റാൻഡിങ് വേവ്, ഇവിടെ 3 സ്റ്റാൻഡിങ് വേവ്. അപ്പോൾ നമുക്കൊരു ഇൻ ജനറൽ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇൻ ജനറൽ വി ക്യാൻ റെപ്രസെൻറ്റ് number of standing waves in a stretched string. Number of standing waves in a stretched string lambda is equal to 2L by N എന്ന് വരും. where N can be taken as 1, 2, 3 etc. ഇങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ലാംഡ ഇസ് ഈക്വൽ ടു 2L ബൈ N എന്നാണ്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയി. അപ്പോൾ നമുക്ക് ഒരു പർട്ടിക്കുലർ വേവ് ലെങ്ത് ലാംഡ 1 ആണെന്ന് വിചാരിച്ചു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ ഓഫ് സ്റ്റാൻഡിങ് വേവ്സ് N1 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ലാംഡ 1 ഇസ് ഈക്വൽ ടു 2L ബൈ N1 എന്ന് എഴുതാം. ലാംഡ 2 ആണ് വേവ് ലെങ്ത് എങ്കിൽ, വേറൊരു വേവ് ലെങ്ത് ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ ഓഫ് സ്റ്റാൻഡിങ് വേവ്സ് N2 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ലാംഡ 2 എന്ന് പറയുന്നത് 2L ബൈ N2 ആണ്. അതായത് ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൽ തന്നെ 2 ഡിഫറെൻറ്റ് വേവ് ലെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാൻഡിങ് വേവ്സ് ആണ്, നമ്പർ ഓഫ് സ്റ്റാൻഡിങ് വേവ്സ് ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, N2 മൈനസ് N1 എന്ന് പറയുന്നത് 2L ബൈ ലാംഡ 1 മൈനസ് 2L ബൈ ലാംഡ 2 എന്ന് കൊടുക്കും. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. LCM എടുക്കുമ്പോൾ ലാംഡ 1 ലാംഡ 2 എന്ന് കൊടുക്കാം. 2L ഇൻറ്റു ലാംഡ 2 മൈനസ് ലാംഡ 1 എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. N2 മൈനസ് N1 എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്കിത് കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്ത് എഴുതുകയാണെങ്കിൽ N2 മൈനസ് N1 DN എന്നും ലാംഡ 1ഉം ലാംഡ 2 മൈനസ് ലാംഡ 1 എന്ന് പറയുന്നത് ഡി ലാംഡയും കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ രൂപത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. DN is equal to 2L by lambda square d lambda. DN means number of standing waves. Number of standing waves between lambda and lambda plus d lambda. ഒരു വേവ് ലെങ്ത് ഇൻ്റർവെല്ലിൽ നമ്പർ ഓഫ് സ്റ്റാൻഡിങ് വേവ്സ് എന്ന് പറയുന്നത് 2L ബൈ ലാംഡ സ്ക്വയർ ഇൻറ്റു ഡി ലാംഡ എന്ന് വരും. ഓക്കെ, അപ്പം ഇതിനെ നമുക്ക് 3 ഡയമെൻഷനിലേക്ക്, ഇതൊരു 1 ഡയമെൻഷൻ കേസാണ്. 1 ഡയമെൻഷനാണ് സ്ട്രെച്ച്ഡ് സ്ട്രിങ് എന്ന് പറയുന്നത്. 1 ഡയമെൻഷൻ കേസാണ്. സപ്പോസ് യു എക്സ്റ്റെൻഡ് ദിസ് ആർഗ്യുമെൻറ്റ് ഇൻ 3 ഡയമെൻഷൻ. ഡീറ്റെയിൽ മാത്തമാറ്റിക്സിലേക്ക് നമ്മൾ കിടക്കുന്നില്ല, നമുക്കത് പഠിക്കാനില്ല. MSc ലെവലിലും അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് അടുത്ത 6th സെമസ്റ്ററിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 6th സെമസ്റ്ററിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. If you extend this argument to 3 dimension over a volume V, for a volume V of a box, we can represent n of lambda, number of standing waves between lambda and lambda plus d lambda. d എന്നുള്ളതിന് പകരം വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, n of lambda d lambda എന്ന് കൊടുക്കാം. That is equal to 8 pi v divided by lambda raised to 4 into d lambda എന്നാണ് ഇക്വേഷൻ നമ്പർ 1. അതാണ് നമ്മൾ മുമ്പ് എഴുതിയത്. ഇത് ഈ രൂപത്തിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ക്ലിയർ. അപ്പോൾ അങ്ങനെ നമ്മൾ 2 അസംഷൻസ് എഴുതി. ഫസ്റ്റ് അസംഷൻ എന്താ എഴുതിയത് ഓർമ്മയുണ്ടാവും, സ്റ്റാൻഡിങ് വേവ് ഫോം ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് അസംഷൻ എഴുതിയത്. സെക്കൻഡ് അസംഷൻ നമ്മൾ എഴുതിയത് എന്താ, നമ്പർ ഓഫ് സ്റ്റാൻഡിങ് വേവ്സ് ആണ്. n of lambda d lambda എന്ന് പറയുന്നത് 8 pi v
divided by lambda raised to 4 into d lambda. Equation number 1. മൂന്നാമത്തെ അസംഷൻ എന്ത് എഴുതാൻ പറ്റും? ഓക്കെ, മൂന്നാമത്തെ അസംഷൻ എന്ന് പറയുന്നത് നമ്മൾ എഴുതുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആവറേജ് എനർജി പെർ സ്റ്റാൻഡിംഗ് വേവ് average energy per standing wave അല്ലെങ്കിൽ per oscillator എന്നൊക്കെ പറയാം. per oscillator is KT. ഇതാണ് മൂന്നാമത്തെ അസംഷൻ. ഇത് എങ്ങനെ കിട്ടി അതും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യമാണ്. അതായത് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താ? നമ്മൾ ബ്ലാക്ക് ബോഡി സ്പെക്ട്രമാണ് അനലൈസ് ചെയ്യേണ്ടത്. നമുക്ക് ഇൻറ്റൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. ഇൻറ്റൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എനർജി ഡെൻസിറ്റി ഇൻറ്റു C/4 ആണ് ഇൻറ്റൻസിറ്റി എന്ന് കഴിഞ്ഞ ലെക്ചറിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനർജി ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. എനർജി ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരു സ്റ്റാൻഡിംഗ് വേവിൻ്റെ ആവറേജ് എനർജി, നമ്മൾ ഒരു സ്റ്റാൻഡിംഗ് വേവിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന ആവറേജ് എനർജി എന്ന് പറയുന്നത് KT ആണെന്നാണ് അസ്യൂം ചെയ്യുന്നത്. അതായത് T ആണ് ആ സിസ്റ്റത്തിൻ്റെ ആ റേഡിയേറ്ററിൻ്റെ ടെമ്പറേച്ചർ എങ്കിൽ K എന്ന് പറയുന്നത് ബോൾസ്മാൻ കോൺസ്റ്റന്റ് ആണ്. ഇറ്റ് ഈസ് കോൾഡ് ബോൾസ്മാൻ കോൺസ്റ്റന്റ്. തെർമോഡൈനാമിക്സിൽ നമ്മൾ പഠിക്കുന്നതാണ് ബോൾസ്മാൻ കോൺസ്റ്റന്റ്. its value is 1.38 into 10 raised to minus 23. ഇതാണ് അതിൻ്റെ ബോൾസ്മാൻ കോൺസ്റ്റന്റ് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുക. യൂണിറ്റ് ഈസ് ജൂൾ പെർ കെൽവിൻ ആണ്. അതായത് എനർജി ഈസ് ഇക്വൽ ടു KT ആകുമ്പോൾ K എന്ന് പറയുന്നത് ജൂൾ പെർ കെൽവിൻ. അതാണ് യൂണിറ്റ് വരിക, ബോൾസ്മാൻ കോൺസ്റ്റന്റ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ് നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാൻ പോവാണ്. നമ്മളുടെ കയ്യിൽ ഒരു ബ്ലാക്ക് ബോഡി സ്പെക്ട്രം ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു ബ്ലാക്ക് ബോഡി ഉണ്ട്. ആ ബ്ലാക്ക് ബോഡിയിൽ ലാർജ് നമ്പർ ഓഫ് സ്റ്റാൻഡിംഗ് വേവ്സ് ഫോം ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ എനർജി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത് നമ്മൾ തെർമോഡൈനാമിക്സിൽ പഠിക്കും. എനർജി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത് പാർട്ടിക്കിൾസിൽ അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് വേവ്സിൽ എനർജി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഓസിലേറ്റേഴ്സിൽ എനർജി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് മാക്സ്വെൽ ബോൾസ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ചുകൊണ്ടാണ്. അല്ലെങ്കിൽ അത് ഉപയോഗിച്ചു നമ്മൾ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന സെക്ഷനിലാണ്. അതായത് എനർജി ഡിസ്ട്രിബ്യൂഷൻ പല രീതിയിൽ സിസ്റ്റത്തിൽ ഉണ്ടാവും. അത് മൂന്ന് രീതിയിലുള്ള ഇൻഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾസിനും ഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾസിനും വ്യത്യസ്ത രീതിയിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. എനർജി ഷെയറിങ്, എനർജി ഡിസ്ട്രിബ്യൂഷൻ എമംഗ് ദ വേരിയസ് ഓസിലേറ്റേഴ്സ് എന്ന് പറയുന്നത് മാക്സ്വെൽ ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ പ്രകാരമാവാം, അല്ലെങ്കിൽ എന്താ പറയുക ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ബോസ് ഐൻസ്റ്റീൻ ഡിസ്ട്രിബ്യൂഷൻ വഴിയൊക്കെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അത് നമ്മൾ തെർമോഡൈനാമിക്സ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമുക്ക് ഇങ്ങനെ ഒരു കാര്യം മാത്രം കൺസിഡർ ചെയ്യാം. കൺസിഡറിങ് the energies are distributed according to the Maxwell-Boltzmann statistics. According to Maxwell-Boltzmann statistics. Maxwell-Boltzmann statistics. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ ലാർജ് നമ്പർ ഓഫ് സ്റ്റാൻഡിംഗ് വേവ്സ് അല്ലെങ്കിൽ ലാർജ് നമ്പർ ഓഫ് ഓസിലേറ്റേഴ്സ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്തത്. ഈ ഓസിലേറ്റേഴ്സിൽ എനർജി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് മാക്സ്വെൽ ബോൾട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഇത് മാത്തമാറ്റിക്കലി ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. N of E is equal to E raised to minus E by KT. ഒരു എക്സ്പൊണൻഷ്യൽ ഡിക്രീസിങ് എക്സ്പൊണൻഷ്യലിൻ്റെ ഫോമിലാണ്. ഓക്കെ, N by KT എന്നുള്ളതാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. N എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഓസിലേറ്റേഴ്സ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, N of E എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് ഓസിലേറ്റേഴ്സ് ഓർ സ്റ്റാൻഡിംഗ് വേവ്സ്. നമ്പർ ഓഫ് സ്റ്റാൻഡിംഗ് വേവ്സ് with energy E. ഓക്കെ, ഇതാണ് കണ്ടീഷൻ എന്ന് വിചാരിക്കുക. ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുക. N of E
അപ്പോൾ എൻ ഓഫ് ഇ ഡി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. എൻ ഓഫ് ഇ ഡി ഈസ് ഈക്വൽ ടു എൻ ഇ റൈസ് ടു മൈനസ് ഇ ബൈ കെ ടി ഡിവൈഡഡ് ബൈ കെ ടി ഇൻറ്റു ഡി. N of ED is the number of oscillators between E and E plus D. N of ED is number of oscillators or standing waves, number of oscillators between എനർജി ഇ ആൻഡ് ഇ പ്ലസ് ഡി. ഇക്കും ഇ പ്ലസ് ഡിക്കും ഇടയിലുള്ള എനർജി ഉള്ള നമ്പർ ഓഫ് ഓസിലേറ്റേഴ്സിന്റെ എണ്ണമാണ് എൻ ഓഫ് ഇ ഡി എന്ന് പറയുന്നത്. മാക്സ്വെൽ ബോൾട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം ദാറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, ടോട്ടൽ നമ്പർ ഓഫ് ഓസിലേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എൻ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇന്റഗ്രൽ എനർജി വേരീസ് ഫ്രം 0 to infinity എൻ ഓഫ് ഇ ഡി. അതായത് ഇക്കും ഇ പ്ലസ് ഡിക്കും ഇടയിലുള്ള നമ്പർ ഓഫ് ഓസിലേറ്റേഴ്സ് എന്ന് പറയുന്നത് എൻ ഓഫ് ഇ ഡി ആണ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഓസിലേറ്റേഴ്സ് എന്ന് പറയുന്നത് എനർജി 0 തൊട്ട് ഇൻഫിനിറ്റി വരെയുള്ള എല്ലാ നമ്പർ ഓഫ് ഓസിലേറ്റേഴ്സും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തെടുക്കണം. അതാണ് ടോട്ടൽ നമ്പർ ഓഫ് ഓസിലേറ്റേഴ്സ് വരിക. എൻ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to infinity എൻ ഓഫ് ഇ ഡി എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 3 എന്ന് നമുക്ക് കൊടുക്കും. ഓക്കെ, ക്ലിയർ? അപ്പോൾ ടോട്ടൽ എനർജി എത്ര വരും? ടോട്ടൽ എനർജി എത്ര വരും? ഇന്റഗ്രൽ എൻ ഇൻറ്റു ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഇന്റഗ്രൽ 0 to infinity ഒരു പാർട്ടിക്കിളിന്റെ എനർജി അല്ലെങ്കിൽ ഒരു ഓസിലേറ്ററിന്റെ എനർജി ഇ ആണെന്ന് വിചാരിക്കുക. എൻ ഓഫ് ഇ ഡി, അതായത് നമ്മൾ മൊത്തം എനർജി ഇൻ്റർവെൽ എത്രയുണ്ടെന്ന് വിചാരിച്ചോ, അതിലൊരു ചെറിയ കഷ്ണം എടുത്തു, സെൻറ്ററിൽ ഇ വരുന്ന രീതിയിൽ ഈ, അപ്പോൾ ഈ ഇൻ്റർവെൽ എന്ന് പറയുന്നത് ഡി ആണെന്ന് വിചാരിച്ചു. ഡി ഇൻ്റർവെല്ലിലുള്ള നമ്പർ ഓഫ് ഓസിലേറ്റേഴ്സ് ആണ് എൻ ഓഫ് ഇ ഡി. ഓരോന്നിൻ്റെ എനർജി ഇ ആണെന്ന് അസ്യൂം ചെയ്യുക, ആവറേജ് എനർജി ഇ ആണെന്ന് അസ്യൂം ചെയ്യുക. സോ നമുക്ക് ടോട്ടൽ എനർജി കണ്ടുപിടിക്കുമ്പോൾ ഇന്റഗ്രൽ 0 to infinity ഇ ഇൻറ്റു എൻ ഓഫ് ഇ ഡി വേണ്ടി വരും. അതായത് എൻ ഓഫ് ഇ ഡി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഓസിലേറ്റേഴ്സ് ആണ്. ഒരു ഓസിലേറ്ററിൻ്റെ എനർജിയാണ് ഇ നമ്മൾ എടുത്തത്. അപ്പോൾ ടോട്ടൽ എനർജി എന്ന് പറയുമ്പോൾ ഇന്റഗ്രൽ 0 to infinity എൻ ഓഫ് ഇ ഡി എന്ന് വേണ്ടി വരും. അപ്പോൾ ആവറേജ് എനർജി, എത്ര ആളുകളുണ്ട്, എത്ര ഓസിലേറ്റേഴ്സ് ഉണ്ട്? എൻ ഓസിലേറ്റേഴ്സ് ഉണ്ട്. സോ ആവറേജ് എനർജി പെർ ഓസിലേറ്റർ, ഒരു ഓസിലേറ്ററിൻ്റെ ആവറേജ് എനർജിയാണ് ഞാൻ കണ്ടുപിടിക്കുന്നത്. ആവറേജ് എനർജി പെർ ഓസിലേറ്റർ. ടോട്ടൽ എനർജി നമുക്ക് കിട്ടി. അപ്പോൾ ആവറേജ് എനർജി കണ്ടുപിടിക്കാൻ, ഒരു ഓസിലേറ്റർ പെർ ഓസിലേറ്റർ ആവറേജ് എനർജി കണ്ടുപിടിക്കാൻ 1/n ഇന്റഗ്രൽ 0 to infinity ഇ എൻ ഓഫ് ഇ ഡി എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ദാറ്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് 1/n ഇന്റഗ്രൽ 0 to infinity ഈ എൻ ഓഫ് ഇ ഡി എന്നുള്ളതിന് പകരം നമുക്ക് എൻ ബൈ കെ ടി ഇ റൈസ് ടു മൈനസ് ഇ ബൈ കെ ടി ഡി എന്ന് എഴുതാം. ഓക്കെ, സോ ദ റിസൾട്ട് വിൽ ബി ഈ എന്നും വെട്ടിപ്പോയി. അപ്പോൾ 1/kt പുറത്തേക്ക് എടുക്കാം. ഇന്റഗ്രൽ 0 to infinity ഇ റൈസ് ടു മൈനസ് ഇ ബൈ കെ ടി ഡി എന്ന് എഴുതാം. ക്ലിയർ? ഇത് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എത്ര കിട്ടും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് ഇങ്ങനെ ഒരു റിസൾട്ട് അറിയാം. ഇന്റഗ്രൽ 0 to infinity എക്സ് റൈസ് ടു എൻ ഇ റൈസ് ടു മൈനസ് മ്യൂ എക്സ് ഡി എക്സ്. ഇങ്ങനൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. യൂസ് ദിസ് ഐഡൻറ്റിറ്റി. എപ്പോഴും ഇത് ഓർത്ത് വയ്ക്കണം. ഈ ഒരു ഐഡൻറ്റിറ്റി ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ദാറ്റ് ക്യാൻ ബി റിപ്രസെൻറ്റഡ് ആസ് എൻ ഫാക്ടോറിയൽ മ്യൂ റൈസ് ടു മൈനസ് എൻ മൈനസ് 1 എന്ന് എഴുതാം. ഇവിടെ എക്സിന് പകരം ഇ എന്ന് കൊടുക്കാം.
എന്നിന് പകരം 1 കൊടുക്കാം, മ്യൂക്ക് പകരം 1/kt എന്നും കൊടുക്കാം. So therefore integral 0 to infinity e raised to minus e by kt dE is equal to 1 factorial into 1/kt whole raised to minus 1 അപ്പോൾ kt whole square എന്നാണ്. ഓക്കെ, സോ ഇത് ഇവിടെ കൊടുക്കുമ്പോൾ kt whole square divided by kt എന്നാണ്. So the result is kt. So average energy per oscillator is, or per standing wave എന്ന് വേണമെങ്കിൽ പറയാം, per oscillator or per standing wave is kt. ആവറേജ് എനർജി പെർ ഓസിലേറ്റർ kt ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. അപ്പോൾ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്കത് ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കാം. E average is equal to E average per oscillator is equal to kt. ഇക്വേഷൻ നമ്പർ 4 എന്ന് നമുക്ക് കൊടുക്കാം. ക്ലിയർ? അപ്പോൾ ഈ റിസൾട്ടുകളൊക്കെ കൂടി കൺക്ലൂഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ 3 അസംഷൻസ് എഴുതിയിട്ടുണ്ടായിരുന്നു. സ്റ്റാൻഡിംഗ് വേവ് ഫോം ചെയ്യുന്നത് നമ്മൾ എഴുതി. രണ്ടാമത് നമ്മൾ എഴുതിയത് നമ്പർ ഓഫ് സ്റ്റാൻഡിംഗ് വേവ്സ് ബിറ്റ്വീൻ ലാംഡ ആൻഡ് ലാംഡ പ്ലസ് ഡി ലാംഡയ്ക്കുള്ള എക്സ്പ്രഷൻ എഴുതി. അതിനുശേഷം ഒരു സ്റ്റാൻഡിംഗ് വേവിൻ്റെ ആവറേജ് എനർജി അല്ലെങ്കിൽ ആവറേജ് എനർജി പെർ ഓസിലേറ്റർ എന്ന് പറയുന്നത് kt ആണെന്നും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, എനർജി ഡെൻസിറ്റി ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. പുട്ടിങ് ഓൾ ദീസ് ടുഗദർ, energy density between lambda and lambda plus d lambda എന്ന് വിചാരിക്കും. നമുക്ക് u of lambda d lambda എന്ന് എഴുതാം. എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? എനർജി ബൈ വോളിയം. ഓക്കെ, അപ്പോൾ ലാംഡയ്ക്കും ലാംഡ പ്ലസ് ഡി ലാംഡയ്ക്കും ഇടയിൽ n of lambda d lambda സ്റ്റാൻഡിംഗ് വേവ്സ് ഉണ്ട്. എത്ര സ്റ്റാൻഡിംഗ് വേവ്സ് ഉണ്ട്? n of lambda d lambda സ്റ്റാൻഡിംഗ് വേവ്സ് ഉണ്ട്. ഒരു സ്റ്റാൻഡിംഗ് വേവിൻ്റെ ആവറേജ് എനർജി എന്ന് പറയുന്നത് kt ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, u of lambda d lambda എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്റ്റാൻഡിംഗ് വേവ്സ് between lambda and lambda plus d lambda into kt എന്ന് വരും. ഒരു സ്റ്റാൻഡിംഗ് വേവിൻ്റെ എനർജി അതാണ് ഈ ലാംഡയ്ക്കും ലാംഡ പ്ലസ് ഡി ലാംഡയ്ക്കും ഇടയിലുള്ള ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. ഒരു സ്റ്റാൻഡിംഗ്, അതായത് kt ആണ് ഒരു സ്റ്റാൻഡിംഗ് വേവിൻ്റെ എനർജി. അത്ര സ്റ്റാൻഡിംഗ് വേവ്സ് ഉണ്ട് നോക്കുക, അതുകൊണ്ട് മൾട്ടിപ്ലൈ ഡിവൈഡഡ് ബൈ വോളിയം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, n of lambda d lambda into kt by v എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, 8 v by lambda raised to 4 into kt into d lambda എന്ന് എഴുതാം. Okay, so u of lambda d lambda is equal to 8 v by lambda raised to 4 into kt into d lambda. Okay, so the result will be, it can be represented as equation number 5. അത് കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇൻറ്റൻസിറ്റി എങ്ങനെ നമുക്ക് എഴുതാം? ഇൻറ്റൻസിറ്റി എഴുതാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ എനർജി ഡെൻസിറ്റി കണ്ടുപിടിച്ചാൽ ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാൻ എന്താ ബുദ്ധിമുട്ട്? ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഇൻറ്റൻസിറ്റി I of lambda is equal to c by 4 into u of lambda. c by 4 എത്ര വരും? c by 4 into u of lambda എന്ന് പറയുന്നതിന് പകരം 8 pi v
E KT divided by lambda raised to 4. അപ്പോൾ ഈ 4ഉം 8ഉം വെട്ടിപ്പോയി 2 പൈ സോറി ഈ വി വെട്ടിപ്പോയിട്ടുണ്ടാവും 8 പൈ കെ ടി യു ഓഫ് ലാംഡ ഡി ലാംഡ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത് 8 പൈ വി ഡി ലാംഡ കെ ടി ബൈ ലാംഡ റേസ് ടു 4 ഇൻറ്റു വി. ഈ വിയും വിയും വെട്ടിപ്പോ ഞാൻ മുമ്പ് എഴുതിയതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ 8 പൈ കെ ടി ബൈ ലാംഡ റേസ് ടു 4 ഇൻറ്റു അതാണ് വരിക ഇക്വേഷൻ നമ്പർ 5 വരുന്നത്. ഇക്വേഷൻ നമ്പർ 5 എന്ന് പറയുന്നത് യു ഓഫ് ലാംഡ ഡി ലാംഡ ഇസ് ഈക്വൽ ടു 8 പൈ കെ ടി ബൈ ലാംഡ റേസ് ടു 4 ഇൻറ്റു ഡി ലാംഡ. ഇക്വേഷൻ നമ്പർ 5 ഇങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പോൾ 2 പൈ കെ ടി ബൈ ലാംഡ റേസ് ടു 4 2 പൈ സി ബൈ ലാംഡ റേസ് ടു 4 ഇൻറ്റു കെ ടി എന്ന് വരും ഐ ഓഫ് ലാംഡ. സോ ഇൻറ്റൻസിറ്റിയുടെ എക്സ്പ്രഷൻ ഇതാണ് ഇക്വേഷൻ നമ്പർ 6 എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മൾ ഈ ഇക്വേഷനും ലാംഡയും വെച്ച് ഗ്രാഫ് പ്ലോട്ട് ചെയ്താൽ ഇഫ് യു പ്ലോട്ട് ഐ ഓഫ് ലാംഡ വേഴ്സസ് ലാംഡ ദ ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ്. ഇതോടെ നിങ്ങൾ നോക്കൂ ലാംഡ ടെൻസ് ടു ഇൻഫിനിറ്റ് 0 ആണെന്ന് വരും. ലാംഡ 0 ആയാൽ എത്ര വരും? ഐ ഓഫ് ലാംഡ എത്ര വരും? ഐ ഓഫ് ലാംഡ വിൽ ബിക്കം ഇൻഫിനിറ്റി. അതായത് ഷോർട്ടർ വേവ് ലെങ്തിലെ shorter wavelengths or higher frequencies intensity becomes infinity. പക്ഷെ നിങ്ങൾക്ക് എക്സ്പെരിമെന്റിൽ കിട്ടിയ ഡാറ്റ എങ്ങനെയാണ്? ഇങ്ങനെയാണ്. ഇതാണ് എക്സ്പെരിമെന്റൽ ഡാറ്റ. ഇത് നിങ്ങൾ ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ തിയറി പ്രകാരം കിട്ടിയതാണ്. ഈ റിലേഷനെ വിളിക്കുന്ന പേരാണ് റാലെ ജീൻസ് ലോ. ലോർഡ് റാലെ 19th സെഞ്ചുറിയിലും അതിനുശേഷം ജീൻസ് 20th സെഞ്ചുറിയിലും വീണ്ടും ഇത് അനലൈസ് ചെയ്തിട്ട് ഉണ്ടാക്കിയ റിലേഷനാണ് ഈ റാലെ ജീൻസ് ലോ. പക്ഷെ ഇത് എന്താ പറയുക വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡിറൈവ് ചെയ്തപ്പോൾ അത് എക്സ്പെരിമെൻ്റൽ ഡാറ്റയുമായിട്ട് ഹയർ ഫ്രീക്വൻസീസിൽ അല്ലെങ്കിൽ എന്താ പറയുക ഹയർ വേവ് ലെങ്ത്തിൽ മാച്ച് ചെയ്യുന്നുണ്ട്, പക്ഷെ ലോവർ വേവ് ലെങ്ത്തിൽ മാച്ച് ചെയ്യുന്നില്ല. ഹയർ വേവ് ലെങ്ത്തിൽ വളരെ ഹയർ വേവ് ലെങ്ത്തിൽ അല്ലെങ്കിൽ ഷോർട്ടർ ഫ്രീക്വൻസിയിൽ ഇത് രണ്ടും മാച്ച് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പക്ഷെ ലോവർ വേവ് ലെങ്ത് ഷോർട്ടർ വേവ് ലെങ്ത് അല്ലെങ്കിൽ ഹയർ ഫ്രീക്വൻസിയിൽ ഇത് മാച്ച് ചെയ്യുന്നില്ല. ഇതിനെയാണ് നമ്മൾ അൾട്രാ വയലറ്റ് കറ്റാസ്ട്രോഫ് എന്ന് വിളിക്കുക. വൈ ഇറ്റ് ഈസ് കോൾഡ് സോ അൾട്രാ വയലറ്റ് catastrophe. അതായത് ultraviolet end of the spectrum. If you move towards the ultraviolet, that means if you move towards the shorter wavelength or higher frequencies, if you move towards the ultraviolet end of the spectrum, then intensity will become maximum, infinity, ultraviolet. That is why it is called ultraviolet catastrophe. So നമുക്ക് ഇതിൽ നിന്ന് എന്താ ക്ലിയർ ആയത്? എക്സ്പെരിമെൻ്റൽ ഡാറ്റ അനലൈസ് ചെയ്യാൻ നമ്മളുടെ ക്ലാസിക്കൽ ടൂൾസുകൾ പോരാ, ഒരു പുതിയ ഫിസിക്സ് വേണം. അൾട്രാവയലറ്റ് കറ്റാസ്ട്രോഫ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്ലാസിക്കൽ മെക്കാനിക്സ് പ്രകാരം ഷോർട്ടർ വേവ് ലെങ്ത്തിൽ ഇൻറ്റൻസിറ്റി ഇൻഫൈനൈറ്റ് ആയിട്ട് മാറും. അതായത് വളരെ ലാർജ് ഇൻറ്റൻസിറ്റി ആയിട്ട് മാറും, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ. അല്ലെങ്കിൽ ഹയർ ഫ്രീക്വൻസിയിലെത്തുമ്പോൾ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് മാക്സിമം ആയിട്ട് മാറും. ഷോർട്ടർ വേവ് ലെങ്ത്തിൽ ഇൻറ്റൻസിറ്റി, ഇതിനെയാണ് അൾട്രാ വയലറ്റ് കറ്റാസ്ട്രോഫ് എന്ന് പറയുന്നത്. ദിസ് റിലേഷൻ ഈസ് കോൾഡ് റാലെ-ജീൻസ് ഫോർമുല. Thus we can conclude that classical laws of physics, the concept that light is an electromagnetic wave, and the concepts of basic tools of classical mechanics are not suitable for explaining the black body spectrum or explaining the thermal radiation spectrum. So we need a new theory to explain
explain the thermal radiation spectrum. That is quantum mechanics. അതാണ് പ്ലാങ്ക് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പ്ലാങ്ക് എങ്ങനെ ഈ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നും അതെങ്ങനെ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഡെവലപ്മെൻറ്റിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളതും അടുത്ത ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാം. അതുവരെ വെയിറ്റ് ചെയ്യുക. താങ്ക് യു.